എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി പ്രബോധനവുമായി ഇറങ്ങിച്ചെല്ലുമ്പോൾ അല്ലാഹുവേ മുത്തുനബിയുടെ ഉപദേശം കേട്ട് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ ദീനിന്റെ കുടക്കീഴിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. മുസ്ലിമായതിന്റെ പേരില് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവുമുണ്ടല്ലോ. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലകൾക്ക് ചരിവില്, ആ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പടച്ചവനെ 3 കൊല്ലമാണ് കിടന്നത്. 3 കൊല്ലമാണ് അവിടെ കിടന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും അവിടത്തെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചിട്ട് അവിടെ കിടന്ന് കാഷ്ടിക്കുകയാ. ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനങ്ങളാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നവര്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ആ ബിലാൽ തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കിയിട്ട് അതാ തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലുകയാ. എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയുവോ? എന്തിനാണ് കഴുത്തിൽ കയറിട്ട് വലിച്ചതെന്നറിയുവോ? എന്തിനാണ് ചാട്ടവാറ കൊണ്ട് തല്ലുന്നതെന്നറിയുവോ? കുടിക്കാൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് കിടന്ന് വലിയുമ്പോ, തൊണ്ട പൊട്ടികെട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ. കൊല ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല. പിന്നെ എന്തിനെന്നറിയുവോ? മുസ്ലിമായതിന്റെ പേരിലാ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലരാരുണ്യത്തിലിട്ട് തന്റെ നേതാക്കന്മാർ തന്റെ യജമാനനെ വിടന്ന് തല്ലിച്ചതക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മുസ്ലിമായി പോയതിന്റെ പേരില് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഖുറൈശികൾ ഒരു ആണിനെയും പെണ്ണിനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് വാപ്പാനെയും ഉമ്മാനെയും ഇങ്ങനെ തല്ലിച്ചതയ്ക്കുകയാണ്. പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. എന്തേ ചെയ്ത തെറ്റെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്തിട്ടും അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ? മഹ്ദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്ത് ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കത്തിക്കുകയാണ്. അതാ തീ കത്തിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കൈകാലുകൾ കെട്ടികെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തല താഴ്ത്തുകയാണ്. തലകീഴായി കെട്ടി നിർത്തുകയാണ്. അവിടുന്ന് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. തന്റെ പച്ചയിറച്ചി തീ കാരണം ഇങ്ങനെ കത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ
ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. അതാ ശരീരം മുഴുവനും തീ ഇങ്ങനെ പടരുകയാണ്. അവസാനം അതാ മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലെ തീയങ്ങണഞ്ഞു. അതാ പച്ചയിറച്ചി കരിഞ്ഞിരിക്കുകയാണ്. വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. മുത്തുനബി കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് വിളിച്ചു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ, നീയും നിന്റെ കുടുംബത്തിലും സ്വർഗത്തിലാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാ. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്താൽ, നമ്മളെ ഇവന്മാര് കൊന്നുകളഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയല്ലേ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. ഉറക്കെ പറ അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ജഗലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുന്തമെടുത്തിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിലൂടെ കുത്തിയിറക്കുകയാ. അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു. സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ, അല്ലാഹു വഹദ്. അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുകയാണ്. ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹു വഹദ്. ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ സുമയ്യ ബീവിയെ പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ആ പഴിപ്പിച്ച കുന്തമങ്ങ് വലിച്ചൂരിയിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് ആ കുന്തമങ്ങ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. എന്റെ പ്രിയമുള്ളവരെ, ത്യാഗം സഹിക്കാൻ തയ്യാറാകണേ. നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദരാ. എത്ര വലിയ പീഡനവും നേരിടാറുള്ള ഒരു മനസ്സാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതൊന്നാണ്. ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കണ്ടോ നബിയേ, എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് നബിയേ. അതാ കമ്പി പഠിപ്പിച്ചിട്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസം എടുത്തിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തിറക്കി നിർത്തുകയാണ്. മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ മോനെ. ഒരുപാട് ത്യാഗം സഹിച്ചാലേ നിനക്കല്ല സ്വർഗം തരൂ. ഒരുപാട് ത്യാഗം സഹിച്ചാൽ, പീഡ
പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നുമല്ല സഹോദര, ഇതൊന്നുമല്ല സഹോദര, ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാതൊരു പേടിയുമില്ല, മുസ്ലിമിന് യാതൊരു പേടിയുമില്ല. അല്ലാഹുവേ, അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ, ജയ് ശ്രീരാമെന്ന് വിളിക്കട. ഒരു മതത്തിന്റെ ഭ്രാന്തന്മാര്, പടച്ചവനെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല, ചില മതഭ്രാന്തന്മാരുണ്ട്. അതാ പടച്ചവനെ നാൽക്കാലികളെക്കാളും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട്. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ച് പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. വിളിക്കടാ പേര്, ദൈവത്തിന്റെ പേര് വിളിക്കടാ, വിളിച്ചില്ലെങ്കിൽ കൊല്ലുമടാ. അവസാനം തന്റെ തലയിലേക്ക് പെട്ടൂളെടുത്തൊടിച്ചിട്ട് എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ, സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ. ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാ. ഇല്ല വാപ്പാ, കൊന്നാലും ഞാൻ വിളിക്കില്ല വാപ്പാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സഹോദര, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ ആരെന്നറിയുവോ? നീ ആരെന്നറിയുവോ? ലോകത്ത് മുസ്ലിമീങ്ങൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. നമുക്ക് മരണത്തിന് പേടിയില്ല, നമുക്ക് മരിക്കാൻ പേടിയില്ല. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നീ പുഞ്ചിരി തരണേ അല്ലാ. മരിക്കാൻ നമുക്ക് പേടിയില്ല, നമുക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. അവൻ അധികാരം കിട്ടണമെന്നോ, അവന് പണം കിട്ടണമെന്നോ, അവന് രാജ്യം മുഴുവനും ഭരിക്കണമെന്നോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം അതല്ല. അവൻ ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. ഏതാണ് അവന്റെ അഭിലാഷമെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ. എവിടെ കിടന്ന് മരിച്ചാൽ, നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയാ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ത്യാഗങ്ങൾ സഹിക്കാൻ മുസ്ലിമാണെങ്കിൽ നിന്റെ മുൻഗാമികളെ പിടിച്ചു നിർത്തിയിട്ട് തല്ലി ചതയ്ക്കുമായിരുന്നു, ജീവനോടെ കത്തിക്കും. ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ വെട്ടി വെട്ടി മുറിച്ചെടുക്കുമായിരുന്നു. എന്നിട്ടും അവർ രക്ഷപ്പെട്ടു, അവർ ഈമാനിൽ ഉറച്ചു നിന്നു. അതുപോലുള്ള ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിലേ നമുക്കും രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനെ, എവിടെയാണ് നമ്മുടെ രാജ്യത്ത് എവിടെയോ ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുമ്പോഴും വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാന്ന്, ജീവൻ കിട്ടുമെന്ന്. ഇല്ല വാപ്പ, ഞാൻ വിളിക്കൂല. നമ്മളെങ്ങാനും പിടിച്ചു നിർത്തിയുള്ള അവസ്ഥ ആലോചിക്ക്. നമ്മളെങ്ങാനും തീയൊന്നും എടുക്കണ്ട, 4 പേര് വളഞ്ഞിട്ട് 4 തല്ല് തല്ലിയാൽ നമ്മൾ പറയും വേണമെങ്കിൽ അല്ല നീയാന്ന് വരെ പറഞ്ഞേക്കും. അതാ നമ്മുടെ അവസ്ഥ, നമ്മുടെ ഈമാൻ അതാ. എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് 4 തല്ല് അപ്പം പറയാം നീ തന്നെയാണ് അല്ലാന്ന് വരെ പറയാൻ നമ്മൾ തയ്യാറാ. കാരണം നമുക്ക് ജീവൻ വേണം. സഹോദര, ത്യാഗം സഹിച്ചാലേ നിനക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് മാനസികമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതൊന്നും ഒരു തുടക്കല്ല.
ഇതൊന്നും തുടക്കമല്ല, ഇനി വെടിക്കെട്ട് വരാൻ പോവാ. 4 ഭാഗത്ത് നിന്നും തല്ലാൻ പോവാ. റെഡി ആയിക്കോ കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി റബ്ബിന്റെ സഹായം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള വയലിൽ ലൈവായത് കൊണ്ട് ഇത്തിരി പരിധികൾ ഇട്ടല്ലേ പറയാൻ പറ്റൂ. ഉള്ള കാര്യം ഞാൻ പറയാ, നമുക്കിനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മുകളിലിരിക്കുന്നവന്റെ സഹായം. അതുകൊണ്ട് ഈമാൻ ഉറപ്പിക്ക്, അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അള്ളാഹു ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. രണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ മുഴുവനും പരാതിയാണ്, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ത്യാഗമാണ് നബിയേ, എവിടെ നോക്കിയാലും പീഡനമാണ് നബിയേ, സഹികെട്ട് നബിയേ, വർഷങ്ങളോളം അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളാ. 13 കൊല്ലമല്ലേ മുത്തുനബി സഹിച്ചത്, 1-2 വർഷമല്ല, 23 കൊല്ലം നുബൂവത്ത് കിട്ടിയതിന് ശേഷം 23 കൊല്ലം. ആ 23 കൊല്ലത്തിൽ 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല. പീഡനങ്ങളുടെ കാലമായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നു, ഇല പറിച്ച് തിന്നേണ്ടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പല്ല് താഴെ വീണുപോയി. പടച്ചവനെ, ഒരുപാട് പീഡനങ്ങൾ. തലയുടെ മുകളിലേക്ക് കൊടലി കൊണ്ടതാ കുടൽമാല കൊണ്ടുവന്നിട്ടോ, കള്ളനെന്ന് പേര് കേൾക്കേണ്ടി വന്നു. ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, എങ്കിൽ നാട് മാറിക്കോ സഹാബാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊക്കോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുത്തുനബി അവിടെ നിന്ന് ഹിജ്റ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാ. അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പടച്ചവനെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ മക്കക്കാര് പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, നീ മദീനയിലേക്ക് പോകണമെങ്കിൽ പൊക്കോ, നീ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകണം, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നിന്റെ വസ്ത്രത്തോട്, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ പോകടാ, നാട് വിട്ടുവിടന്ന് പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളോട് പറയുമ്പോ അവരാരും കരഞ്ഞില്ല, അവരാരും നിലവിളിച്ചില്ല, അവരാരും പ്രയാസപ്പെട്ടില്ല. കാരണം എന്തെന്നറിയുമോ? അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവര് പറഞ്ഞിരുന്നത്, പടച്ചവനെ, ലോകത്ത് ഏറ്റവും വലിയവൻ നീയാണല്ലോ, എന്റെ സർവ്വതിനെക്കാളും എനിക്ക് വലുത് നീയാണല്ലോ. അവരുടെ മുന്നിൽ പണത്തിന് വിലയില്ല, അവരുടെ മുന്നില് അവരുടെ സമ്പാദ്യത്തിന് വിലയില്ലായിരുന്നു. അവര് പറഞ്ഞു, പടച്ചവനെ, നീയാണ് സർവ്വതിനെക്കാളും വലിയവൻ, എനിക്ക് ഈ ദുനിയാവ് വേണ്ട തമ്പുരാന്. വീട് കളഞ്ഞു, തോട്ടങ്ങൾ കളഞ്ഞു, സമ്പാദ്യം കളഞ്ഞു, കുടുംബം കളഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് അവരെല്ലാവരും മക്കയിലേക്ക് പോകാ തയ്യാറായി. വെറുതെ പറഞ്ഞാ പോരാ, അല്ലാഹുവാണ് വലിയവൻ, എനിക്ക് സർവ്വതിനെക്കാളും വലുത് അല്ലാഹുവാണെന്ന് പറഞ്ഞാ പോരാ. അത് ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ കാണിക്കണം. ഇട്ടിരുന്ന വസ്ത്രത്തോടെ നടന്നു പോവുകയാണ് സ്വഹാബത്ത്. എത്ര വലിയ പണക്കാരാ പോയതെന്നറിയുവോ? എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയുവോ? അല്ലാഹുവേ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്അബ്. അല്ലാഹുവേ, ലോകതാ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു
മക്കയിലെ ഈന്തപ്പന തോട്ടങ്ങളിൽ പകുതിയും മിസ്അബിന്റെ ഉമ്മയുടേതാ. അത്രയും വലിയ സമ്പന്നയാണ്. പടച്ചവനെ, ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ. സാക്ഷാൽ അംബാനി പോലും ഇന്നത് ധരിക്കൂല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. നബിയുടെ കയ്യിൽ പിടിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ്, ആരോടും പറയല്ലേ നബിയേ, കാരണം മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്നത് ഉമ്മാനെയാ. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. ഉമ്മയുടെ ചെവിയിലെത്തി. മിസ്അബ് തങ്ങളെ വീടിന്റെ അകത്ത് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അതിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഉമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. പുതിയ മതം കളഞ്ഞിട്ട് വരാൻ എന്ത് ചെയ്തിട്ടും മിസ്അബ് തിരിച്ചു വരുന്നില്ല. മിസ്അബ് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. എനിക്ക് മുത്തുനബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണം. അവസാനം വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ഉമ്മ പറഞ്ഞ് ഇവനെ കൊണ്ട് വലിച്ചെറിയാൻ വീടിന്റെ വെളിയിലേക്ക് തല്ലിച്ചതച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു തആല ഇവനെ കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അതാ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോ സമ്പന്നയായ ഉമ്മ വിളിക്കുന്നു, മിസ്അബേ, പോകല്ലേടാ മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ, മുഹമ്മദിന്റെ കൂടെ പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ല മിസ്അബേ. മിസ്അബിന്റെ ഉമ്മയങ്ങ് വിളിച്ച് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇട്ടിരുന്ന കമീസങ്ങടിക്കുകയാണ്, ധരിച്ചിരുന്ന കമീസങ്ങടിക്കുകയാണ്. ആ കമീസ് അടിച്ചെടുത്തിട്ട് തന്റെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന, ഉമ്മ, ഇത് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മിസ്അബിനെ വിളിക്കുന്നു, എടാ മിസ്അബേ, ഇനി ഒരിക്കലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്, നിന്നെ നാവ് കൊണ്ട് എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലോ, ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരല്ലേ. മിസ്അബിനെ ഉമ്മ ശപിക്കുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മോനെ. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്അബ് ഉണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ മിസ്അബ് ഇങ്ങനെ നടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോ പ്രവാചകന് കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്, എന്തിനാ നബിയേ കരയുന്നത്? മിസ്അബേ, ഇതെന്ത് കോലമാണ് മിസ്അബേ, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച ഒരേ ഒരു പുതപ്പ്, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. അതല്ലാതെ ഒന്നുമില്ല. മുത്തുനബി ജദാ കണ്ടട്ടാ കരയുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഈ മിസ്അബിനെ നീ പഠിക്കണമടാ പൊന്നുമോനെ. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുത്തുകൊണ്ട് സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സ്വഹാബികൾ കരയുന്നുണ്ട്.
അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരുടെ ജനാസയാ? മിസ്അബിന്റെ ജനാസയാണ് നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തേ നിങ്ങൾ മയ്യത്ത് പൊതിയാത്തത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറയ്ക്കുമ്പോൾ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോൾ തല വെളിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് പൊതിയാ പോലെ തുണിയില്ല. അവസാന തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിലാണ്, പൊതിയാ തുണിയില്ലാതെ പുല്ലു പറിച്ച് കെട്ടിവെച്ചിട്ടാണ് കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ വെറുതെ മുസ്ലിം എന്ന് പറഞ്ഞാ പോരാ. പണത്തിന് വേണ്ടി അള്ളാന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ട്, അധികാരത്തിന് വേണ്ടി പടച്ചറബിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ട്, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങള് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, എങ്കിൽ ഹിജറ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, സർവ്വതിനേക്കാളും വലുത് അള്ളയാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് പോകാൻ നേരത്ത് പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോ, ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോകണം. ഇപ്പൊ അത് തന്നെയാ പറയുന്നത്, ഇത് നിന്റെ നാടല്ല, വേറെ എങ്ങോട്ട് പൊക്കോളാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എന്നെ ഇപ്പൊ പറയണത്, എടാ ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതോ നാട്ടിൽ ജനിച്ചവനെ പൊക്കോ, എല്ലാം ഇവിടെ ഇട്ടിട്ട് പോ, ഗവൺമെന്റിന് തന്നിട്ട് പോ. ഇതാ ഇപ്പം നടക്കാൻ പോകുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആസാമിൽ അതാ നടക്കണേ. ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരും. അല്ലോ ഇപ്പൊ നമ്മൾ പറയും, ഉസ്താദ് കേരളത്തിൽ ഇത് നടക്കൂല. ആരാ പറഞ്ഞ നടക്കൂല എന്ന്? ഇതൊക്കെ ഇങ്ങനെ വരും, ഇതൊക്കെ വരണമല്ലോ. ഇതൊക്കെ വന്നാലല്ലേ മഹദി ഈമാൻ വരത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെയാ മുത്തുനബി പറഞ്ഞ ഹദീസ്, വെറുതെയാ. തല്ലും ഇതിനേക്കാളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോഴേ ആര് വരത്തുള്ളൂ? മഹ്ദി ഇമാമിന്റെ സഹായം വരൂ. അതിന് പുറകിലെ ഈസാ നബി വരൂ. അതിന് പുറകിലെ എല്ലാം കൂടെ അങ്ങ് മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഒരടി തുടങ്ങുമ്പോഴത്തേക്ക് നിലവിളിയും കരച്ചിലും വിളിയും. എന്താ മനുഷ്യ, എടാ ബാങ്കും വിളിച്ചു, ഇക്കാമത്തും പറഞ്ഞു വിളിച്ചു, ഇനി പള്ളി കൊണ്ടുവെക്കാതിരിക്കുന്ന നിനക്കിനി എന്നാ ഇടിയും ബഹളമൊക്കെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോൾ ഞാൻ പറയണത് ദഹിക്കണില്ലേ? ഉള്ളത് പറയുമ്പോൾ അങ്ങനെ, ഉള്ളത് പറയുമ്പോൾ അങ്ങോട്ട് ദഹിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, മുസ്ലിമാണെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. രണ്ട് അള്ളാഹുവാണ് സർവ്വതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 അല്ലാതെ എന്തെങ്കിലും വരുമ്പോൾ നിലവിളിയും ബഹളവും തുടങ്ങും. ഇപ്പം എല്ലാം സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്കുക. എല്ലാവരും പറയുന്നത് ഓൻ്റെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. ഓൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കിട്ടാനാപ്പാ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരും GST കൊണ്ടുവന്നതിനെതിരെ, നോട്ട് നിരോധനത്തിനെതിരെയൊക്കെ എല്ലാവരും ആഞ്ഞടിക്കുക. ഒരടിയും വേണ്ട. അള്ളാഹു തീരുമാനിച്ചതാ ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ വിശ്വാസം, അതാണ് വിശ്വാസം. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിൻ്റെ മുകളിൽ അള്ളാഹു എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? പറഞ്ഞങ്ങാതിമാരെ കഴിക്കുവോ? എൻ്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ തിന്നുവോ? എൻ്റെ പേരെഴുതിയ ദോശ നിങ്ങൾ തിന്നുവോ? തിന്നൂല. നിന്റെ പേരെഴുതിയ ദോശ ഞാൻ തിന്നുവോ? തിന്നൂല. അത് എനിക്ക് തന്നെ ഉള്ളത്, നിനക്കുള്ളത് നിനക്ക്. നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക്, എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക്. അത് എനിക്ക് മാത്രമേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. ഇതെൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക, അതേ കിട്ടൂ. അല്ലാതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചോദിക്കൂ, ഉസ്താദെ എന്തേ ഉസ്താദെ ഈ പ്രതിസന്ധി, എന്തേ ഉസ്താദെ ഈ പ്രയാസം? ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല, നീ തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ചങ്ങാതിയുടെ ഭരണമൊന്നുമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെ. വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിന്ന അദാബി ലശദീദ്. നീ നന്ദി കാണിക്കാതെ വന്നപ്പോൾ അള്ളാഹ് തരുന്നത് അങ്ങ് നിർത്തി, അത്രേ ഉള്ളൂ. എടാ, നീ അള്ളാഹിനോട് നന്ദികേട് കാണിച്ചപ്പോ, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ വന്നപ്പോ തന്നുകൊണ്ടിരുന്ന വരവങ്ങ് കുറച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നമ്മൾ ആരെ ഭയപ്പെടാൻ, നമുക്ക് എന്തിനു പേടിക്കാൻ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവെ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ? എന്നോട് ചോദിച്ചാൽ പറയും ഞാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ആരാ അറിയുക അമീന? ആരാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന യൂസഫ് അലി സാഹിബ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അംബാനിമാര്. ലോകത്തിലെ ആരാപ്പ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും പത്തനാപുരത്തുകാരനായ സിറാജാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്തേ കാരണം? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല. അത് പഠിക്ക്, പണമുള്ളവനല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വറദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കമ്പും കുത്തി, ഒരു ടാർപ്പയും വലിച്ചു കെട്ടി, അറിയോ, ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല, ഒരാളോടും പരാതിയില്ല. കറണ്ട് ബില്ലടക്കണ്ട, ടാക്സ് അടയ്ക്കേണ്ട, അള്ളാഹു വീടിൻ്റെ വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട. നാളെ രാവിലെ വരെ കെട്ടിയവനും കെട്ടിയവളും കൂടെ സുഖിച്ചുറങ്ങുക. അതാ ജീവിതം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവന് നെത്തിയങ്കാനയിലാകാം, ഇതാ നമ്മുടെ ചിന്ത. അതാ നമ്മുടെ ചിന്ത. നമുക്ക് ആർത്തിക, പിന്നെയും 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 കൂട്ടണം, വീണ്ടും വാരിക്കൂട്ടണം. അല്ലാതെ അല്ലാ ഇത്രയൊക്കെ ആയല്ലോ അൽഹംദുലില്ലാ ഉള്ളത്, അതല്ല, വീണ്ടും കൂട്ടാനുള്ള ആർത്തി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പേടിയും ഭയവും ഒന്നും വേണ്ട, നല്ലതുപോലെ ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തൻ്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരുത്തൻ്റെ വീട്ടിലും പോയി പിരിവെടുക്കണ്ട, ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? വേണമെങ്കിൽ ചെയ്യും, എനിക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പെണ്ണുമ്പളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. നീ ചെയ്താ നിന്റെ കുടുംബവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്യോ? ചെയ്യാന്ന് നീയത്തിന്നവർ കൈവക്ക്. കാക്ക പേടിക്കണ്ട, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. ഉമ്മ പറയാ അങ്ങനെ ഊരാനെങ്ങാണ്ട് തുടങ്ങാൻ പോവാന്ന്. ഇല്ലുമ്മ ഇട്ടോ, സ്വർണത്തിന് ഭയങ്കര വിലയാ. താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോകുന്നടി മോതിരൊക്കെ മുറുകെ പിടിച്ചോളാൻ. ഒരു കെട്ടിയവൻ പറയാ, അങ്ങാര വഴുതിന് വരുന്നത് നീ ഊരി വെച്ചിട്ട് പോ, അങ്ങാര് കരയുന്നത് കാണുമ്പോൾ ഊരി കൊടുക്കുമെന്ന്. പെണ്ണു ഇതാ അവസ്ഥ. ഇപ്പൊ വഴുതിന് പോകുമ്പോ ഭർത്താവ് പറയണത് ഊരി വെച്ചിട്ട് പോയാൽ മതിയെന്ന്. കാരണം എന്തേ? പോയാൽ ഊരി കൊടുക്കുമെന്ന്. ഇങ്ങടെ ആരുടെ 5 നയാ പൈസ നമുക്കൊന്നും വേണ്ട. എൻ്റെ പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എന്താ ഇപ്പൊ ചിലര് നിർത്താറായോടാ മീനെ? 11 ആയതല്ലേ ഉള്ളൂ, പിന്നെന്താ വാച്ചി നോക്കണേ? ഞാൻ എത്ര സമയം പറഞ്ഞ? 11:30 വരെയല്ലേ സമയം പറഞ്ഞേ? ഇപ്പോഴേ ചവിട്ടിയാലേ നിൽക്കാൻ പറ്റത്തുള്ളതായിരിക്കും, അതാണോ? ഇപ്പോഴേ തുടങ്ങിയാലല്ലേ 11:30 നിർത്താൻ പറ്റും. അതാ ഇല്ല, ഞാൻ 11:30 നിർത്തിയേക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് നേരെ ഇരു. പ്രസവ വാർഡല്ലത്, എല്ലാം നേരെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് 2 ലാഭം തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരൊക്കെ രാജ്യം ഭരിച്ചാലും, എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ അത് ബാധിക്കൂല. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ? ഏത് കാര്യമെന്നറിയുമോ? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ
വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, സിറാജെ നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണുമ്പിള്ളയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം, എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ല പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുകയാണ്, നീ തേടി നടക്കണ്ടടാ സിറാജെ. ലാ നസ്അലുക റിസ്ക, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റാസിക്ക്, ഞാനാ തരുന്നവൻ, ഞാനാടാ നിന്റെ റബ്ബ്, നിന്നെ പടച്ചത് ഞാനാടാ, നിനക്ക് സമ്പത്തും സർവ്വതും തന്നത് ഞാനാടാ, തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടിക്കാനുള്ള ഭക്ഷണം ആര് തരും? ആര് തരും? ഉറക്കെന്ന് പറഞ്ഞാൽ ആര് തരും? അപ്പൊ ചോദിക്കും, ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരൂല്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദ്? എന്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയാ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കബറിൽ നിന്ന് പാഴ്സൽ അയക്കോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിൽ നിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ? ഇല്ലല്ലോ. അപ്പൊ ആരാ കൊടുക്കണേ? അപ്പൊ ആരാ കൊടുക്കണേ? പറദാത്തമാരാരാ കൊടുക്കണേ? അല്ലാ. അല്ല എന്താ ഇപ്പൊ ഇല്ലേ? നിങ്ങൾക്ക് ജോലി ഇല്ലേ? എടാ അനിയ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. കാലുണ്ടാ, നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ? അല്ലാ. മാറ്റാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.